കാരക്കോണം സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരമുള്ള ഒരു പബ്ലിക് മീറ്റിംഗ് നടത്തുവാൻ സർവശക്തനായ ദൈവം ഏവർക്കും ഞങ്ങളുടെ ടീം അംഗങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കാരക്കോണം സർക്കിൾ ലീഡർ ബഹുമാനപ്പെട്ട പാസ്റ്റർ എം രാജു അവരുടെ ഒരു വലിയ ടീം, ശുശ്രൂഷകന്മാരും യൂത്തിന്റെ പ്രവർത്തകരും മറ്റ് സഭാവിശ്വാസികൾ സഭാമൂപ്പന്മാരും ഒരുമിച്ച് ദൈവത്തിന്റെ യഥാർത്ഥ സത്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന യഥാർത്ഥമായ ഒരു സത്യമുണ്ട്. ആ സത്യം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് ദേശത്തോട് വിളിച്ച് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാസ്തവമായി ഇതൊരു മതപരിവർത്തനത്തിനോ അല്ലെങ്കിൽ മറ്റൊരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് കൊണ്ടുപോകുന്നതായ സമ്പ്രദായങ്ങളൊന്നുമല്ല ഞങ്ങളുടെ പ്രസ്ഥാനം. അഖില ലോക സെവൻത് സഭയുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം വേദപുസ്തകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന യഥാർത്ഥ സത്യം ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കൈവശം ഇരിക്കുന്ന പുസ്തകം അത് മതപരിവർത്തനത്തിന്റെ പുസ്തകമല്ല. ഇതൊരു മാനസാന്തരപ്പെടുത്തലിന്റെ യഥാർത്ഥ ദൈവത്തെ അറിയുവാനും യഥാർത്ഥ സത്യത്തിലേക്ക് അവരെ കൊണ്ടുവരുവാനും ദൈവം ഓരോ വ്യക്തികൾക്കും നേരിട്ട് നൽകിയതായ ദൈവത്തിന്റെ ഒരു ലെറ്റർ എന്ന് തന്നെ പറയാം ഈ സത്യവേദ പുസ്തകത്തെ. അതുകൊണ്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ എം രാജു വേദപുസ്തകത്തിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇപ്രകാരം വായിച്ചു കേട്ടുവല്ലോ. രാജ്യത്തിന്റെ ഈ അവസാന 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതിയോടും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അതിന് മുന്നോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുദ്ധവും യുദ്ധശ്രുതികളും മറ്റിതര അസംഭ്യമായ സംഭവങ്ങൾ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അത് ഓർത്തുകൊണ്ട് ഭയവിതുലരായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. കാരണം ഇത് അന്ത്യകാലമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. എല്ലാറ്റിനും ഒരു അന്ത്യമുണ്ട് എന്ന് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് തന്നെ പത്രോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞ് എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ എന്ന് വേദപുസ്തകത്തിലൂടെ നമ്മെ പ്രഖ്യാപിക്കണം. അപ്പൊ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു കാലഘട്ടം എത്തിയിരിക്കുമ്പോൾ ഈ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവ സൃഷ്ടികളായ ദൈവത്തിന്റെ ജനം അവരെന്ത് ചെയ്യുമെന്നും നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു പരമസത്യം ഞാൻ നിങ്ങൾ അറിയിക്കട്ടെ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 പത്രോസ് അതിന്റെ 4-ാം അധ്യായം 7-ാം വാക്യമാണ്. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. എല്ലാറ്റിന്റെയും അവസാനം, സകല ലോകത്തിന്റെയും അവസാനം എത്തിയിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഓരോ നിമിഷം പ്രതി വാർത്താ മാധ്യമങ്ങളിലൂടെ ഓരോ വിഷയങ്ങൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഭാഷപ്രകാരം ഉണ്ടായി. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ ുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഷ ധർമ്മദാസ് അവറുകളെ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. 24-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ,
എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെ ഈറ്റുന്നവന്റെ ആരംഭമത്രേ. അന്നവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ദൈവനാമം മഹത്വപ്പെടും. നമ്മൾ കേട്ട് കഴിഞ്ഞു ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവവചനം വേദപുസ്തകത്തിലൂടെ ഭാഷ വായിച്ച് കേൾപ്പിച്ചു തന്നു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ഈ വായിച്ചു കേട്ടതായ ഈ പരമസത്യം ഇന്ന് ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തോട് ഇപ്പോൾ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചതായ യുദ്ധം, ആയിരമല്ല ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ മുഖാന്തരം പല രാജ്യങ്ങൾ ക്ഷാമമുണ്ടായി, ദാരിദ്ര്യമായി കഴിഞ്ഞുകൂടുന്നു. പലയിടങ്ങളിൽ ഭൂകമ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അണുവിട തെറ്റാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അണുവിടാതെ തെറ്റാതെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ, ഈ സത്യവേദ പുസ്തകമാണ് യഥാർത്ഥ പുസ്തകമെന്നും ഈ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നതെന്നും ഇന്ന് ശാസ്ത്ര ലോകം സകല മനുഷ്യരും അത് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം മറ്റൊരു പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വേദങ്ങൾ ധാരാളമുണ്ട്. ഋഗ്വേദമുണ്ട്, ഋജുവേദമുണ്ട്, അഥർവവേദമുണ്ട്, സാമവേദമുണ്ട്. ഇതെല്ലാം വേദങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ മതങ്ങൾക്കും അവരുടേതായ വേദങ്ങളുണ്ട്. പക്ഷേ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാത്രമേ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ സത്യവേദ പുസ്തകം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് പുസ്തകങ്ങളെല്ലാം വേദങ്ങളെന്ന് മാത്രമേ ഉള്ളൂ, വേദപുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ കൈവശമിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ പേര് എന്താണ്? സത്യവേദ പുസ്തകമെന്നാണ്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാം സത്യമായതുകൊണ്ട്. അവസാനം ഭാഷ വായിച്ചു നിർത്തിയൊരു ഭാഗമുണ്ട്. ഇതൊന്നും അവസാനമല്ല, പിന്നെയോ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതിയോടും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കേണ്ടതാകുന്നു. അപ്പോൾ രാജ്യത്തിന്റെ ഈ സുവിശേഷം എന്ന് പറഞ്ഞത് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷമാണോ? കാരണം വേദപുസ്തകത്തിനകത്ത് 5 സുവിശേഷങ്ങളുണ്ട്, 4 സുവിശേഷമുണ്ട്. അതില് ഈ വായിക്കുന്ന ഞാനും ഒരു സുവിശേഷമാണ്. അങ്ങനെയാണ് 5 സുവിശേഷം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അങ്ങനെ 4 സുവിശേഷം. ഈ വായിക്കുന്ന ഞാനും ഒരു സുവിശേഷമാണ്. അങ്ങനെ 5 സുവിശേഷമാണ്. എന്നാൽ ഇതിനേക്കാൾ ഭയങ്കരമായ ഒരു നിത്യസുവിശേഷമുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള സുവിശേഷം. അതിന് എവർലാസ്റ്റിംഗ് ഗോസ്പൽ, അതിന് നിത്യ സുവിശേഷം എന്ന് പറയുന്നു. AD 1843-44 കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവദാസന്മാരിലൂടെ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചിട്ട്, ദൈവ നിയോഗം പ്രാപിച്ചിട്ട്, ദൈവത്തിന്റെ ദാസന്മാർ പരിശുദ്ധാത്മാവിൽ നിയോഗം പ്രാപിച്ചിട്ട് അവർ എഴുതിയതായ സത്യങ്ങളാണ് നമ്മൾ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല വെളിപാട് പുസ്തകം നമ്മൾ 1-ാമത് നോക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്ന വ്യക്തി ഒരു ദിവസം കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ശബദ ദിവസമാണ്.
കർത്ത ദിവസം എന്ന് പറഞ്ഞാൽ ശബദ ദിവസമാണ്. മനുഷ്യപുത്രൻ ശബദനും കർത്താവാകുന്നു എന്ന് പറഞ്ഞ പ്രകാരം ശബദ ദിവസമാണ് കർത്തൃ ദിവസം. ആ കർത്തൃ ദിവസത്തിൽ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ ആത്മഘോഷനായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ വീതസ്വച്ഛ സ്ഫടിക തുല്യമായ വീഥിയിലൂടെ യോഹന്നാൻ നടന്നു പോകുമ്പോൾ ഭൂകമ്പത്തിനൊത്തൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എന്തെന്ന് കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, വെളിപാട് പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇവിടെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 1:12 എന്നോട് സംസാരിച്ച നാദം എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാളത്ത് പെൺകച്ചിയ കച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദസ്യനായവനെ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെളുത്തതും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാലും ഉലയിൽ ചുട്ട് പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അപ്പോൾ കർത്താവ് യേശുവിനെ കണ്ടതായ യോഹന്നാൻ വിവരിക്കുകയാണ്. ആ കണ്ട കാര്യങ്ങളെ കുറിച്ച് ഇപ്രകാരം യോഹന്നാനോട് പറയുകയാണ്. അതിന്റെ 1-ാമത്തെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനുള്ളതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസ്തനും മരിച്ചവരിൽ ആദ്യജാതനും രാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവെങ്കിൽ നിന്ന് ലഭിച്ചതായ വലിയ ദൂത് യോഹന്നാന് ലഭിച്ചു. യോഹന്നാൻ അത് ഇന്ന് നമുക്ക് ഏവർക്കും നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് 1-ാം അധ്യായം, വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും പ്രമാണിക്കുന്നവരുമാരാണ് ഭാഗ്യവാന്മാരാണ്. സമയം ഇതാ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സഹോദരന്മാരെ, കവലകളിലും അവിടെ ഇവിടെ നിന്ന് കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന പ്രിയ എന്റെ മാന്യ സഹോദരന്മാരെ, യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വാദോരാതെ എല്ലാ ക്രിസ്തീയ മതവിശ്വാസികളും ഇന്ന് പ്രസംഗിക്കുന്നുണ്ട്. യേശു ഇതാ വരാൻ പോകുന്നുള്ളത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഈ പ്രസംഗിക്കുന്നവരും പ്രസംഗം കേൾക്കുന്നവരും അത് വിശ്വസിച്ച് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചവരുടെയും അവസ്ഥകൾ എന്തായിത്തീരും എന്നുള്ളതിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ക്രിസ്തീയ മതവിഭാഗരും യേശുക്രിസ്തു 2-ാം വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അവരത് കേൾക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ യേശു വന്നാൽ, യേശു വരുമ്പോൾ ഈ ലോകത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന ആളുകൾ ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ലോകത്ത് 48,670ഓളം പേരിലടങ്ങിയ പള്ളികളുണ്ട് എന്നുള്ളൊരു കണക്കുണ്ട്. എന്നാൽ സത്യസഭ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ സഭയെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും ഉള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും 3-ാം വാക്യം, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഇത് ഏതാണ്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ദിവസം ഏതാണ്? അത്
അതെന്തിനു വേണ്ടിയാണ് ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത്? ആർക്കു വേണ്ടിയാണ് അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത്? ഇതല്ലേ മനുഷ്യൻ അനുസരിക്കേണ്ടത്? ഇതല്ലേ മനുഷ്യൻ വിഭാവനം ചെയ്യേണ്ടത്? ഇതല്ലേ മനുഷ്യൻ ഓർക്കേണ്ടത്? ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഒരു ദിവസമുണ്ടല്ലോ, അത് ഏത് ദിവസമാണെന്ന് ആൾക്കാർക്ക്, വിശ്വാസികൾ അഭിമാനിക്കുന്നവർക്ക് യഥാർത്ഥമായി അറിയാൻ കഴിയാതെ ഇന്ന് കൺഫ്യൂഷനിലായിരിക്കുന്നു. പക്ഷേ വേദപുസ്തകത്തിൽ ദൈവത്തിന് ഒരു സഭയുണ്ട്. ആരാധന ദിവസത്തിന് ഒരു ദിവസം ഉണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാന് ഈ രാജ്യത്തിന്റെ ഈ സുവിശേഷം പറയുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് വേറൊരു വാക്കിലേക്ക് പോവുകയാണ്. അപ്പോ ലോകത്തിലുള്ള സകല ക്രൈസ്തവ മതവിഭാഗക്കാരും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരാണ്. എല്ലാവരും ആരാണ്? ദൈവമക്കളാണ്. ഈ പ്രസംഗിക്കുന്ന നമ്മളും ആരാണ്? ദൈവമക്കളാണ്. കേട്ടോണ്ട് നിൽക്കുന്ന നിങ്ങളും ദൈവമക്കളാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവമക്കൾക്ക് ദൈവം വിഭാവനം ചെയ്ത ഒരു ദിവസമുണ്ട്. അവർക്കായി ഒരുക്കിയ ഒരു വിശുദ്ധ ദിവസമുണ്ട്. അവർക്കായി അനുഗ്രഹിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. അതിന് അപ്പോസ്തലനായ പൗലോസ് തന്നെ വേഗത്തിൽ മറുപടി നൽകുന്ന ഒരു വചനമുണ്ട്. എബ്രായർക്ക് ലേഖനം 4-9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എബ്രായർ 4:9 നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദ അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, ലോകത്തിലുള്ള സകല ക്രൈസ്തവ മതവിഭാഗങ്ങളും ദൈവത്തെ ആരാധിക്കുന്നവര്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ഒക്കെയാണ്. പക്ഷെ അവരോടായി അപ്പോസ്തലനായ പൗലോസ് വേദപുസ്തകത്തിലുള്ള വെളിപ്പെടുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. ദൈവത്തിന്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിലായിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കൊരു ശബദ അനുഭവം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു ശബദ അനുഭവം ഉണ്ടായിരിക്കണം. വായിച്ചാട്ട് ഭാഷ. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദാനുഭവം ശേഷിച്ചിരിക്കുന്നു. ശബദാനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. തന്റെ പ്രവൃത്തികളിൽ നിന്ന് ദൈവം നിവർത്തനായി തീർന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരന്മാരെ എന്ന് ഞാൻ പറയുന്നു. എന്നാൽ പൗലോസ് പറയുന്നത്, ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ആ ദൈവത്തിന്റെ വചനം ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ വിശുദ്ധ ദിവസത്തെ ഓർത്തുകൊണ്ട്, അത് സംഭവിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ദാസനിലൂടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു എഴുതിയ ദൂതന് കൊടുത്തു. ദൂതൻ അത് യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ നമുക്ക് നൽകിയിരിക്കുന്നു. ആ ദൂതനെ കുറിച്ചാണ് നിത്യ സുവിശേഷം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതിയോടും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും. ആ നിത്യ സുവിശേഷം എന്താണ് എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം അതിന്റെ 14-ാം അധ്യായം 6 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഷ വായിക്കും. ഞാൻ നിങ്ങളുടെ വിശദീകരിക്കാം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നുണ്ട്. ഭൂവാസികളായ സകല ജാതിയും. ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂത് പറയുന്നയാളാണ് ദൂതൻ. അല്ലാതെ ചിറക് വെച്ച് പറന്നു പോകുന്ന ആളല്ല ദൂതൻ. ആരാണ് ദൂത് പറയുന്നത്? ആണ് ദൂതൻ. ആ ദൂതൻ ആകാശമധ്യേ. എന്താണ് ആകാശമധ്യേ? ഭൂലോകം മുഴുവനും എന്ത് ചെയ്യണം? ഈ ദൂത് കേൾക്കണം, പ്രസംഗിക്കണം. അതുകൊണ്ടാണ് വേറൊരു ദൂതൻ ആകാശമധ്യ പറക്കുന്ന ഞാൻ കണ്ടു. സകല ജാതിയും. ആരോടാണ്? സകല ജാതിയും. സകല ജാതിയോടും. ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ആ ദൂതന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പി. ആ ദൂത് ഇങ്ങനെയായിരുന്നു: ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പി. ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം
ശബ്ദം കൊടുപ്പിൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന് ന്യായവിധി വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും, അതുകൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീനെന്ന് ഉണ്ടാക്കിയ ദൈവത്തെ നമസ്കരിപ്പീൻ അവർ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ട് എന്ന് ആ ദൂതൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് ന്യായവിധിയുണ്ട്. എന്തുകൊണ്ടാണ്? ആകാശവും ഭൂമിയും നീരുറവകളും സൃഷ്ടിച്ച ദൈവത്തെ മാത്രമേ എന്ത് ചെയ്യാവൂ? ആരാധിക്കാവൂ. ആ ദൈവത്തെ മാത്രമേ സ്തുതിക്കാവൂ. ആ ദൈവത്തിന് മാത്രമേ നമ്മൾ സുരക്ഷിതമായി സ്വീകരിക്കാവൂ. ആ ദൈവത്തോടൊപ്പം മാത്രമേ ആരാധിക്കാവൂ. ആ ദൈവത്തോടൊപ്പം മാത്രമേ നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമായതില് വേറൊരു ദൂതൻ ആകാശമധ്യ പറക്കുകയാണ്. സകല മനുഷ്യരോടും പറയുകയാണ്, എന്താണ്? ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം. ആകാശം ഭൂമിയും നീരും സൃഷ്ടിച്ചവനെ നമസ്കരിപ്പി എന്ന് അത്യുച്ചത്തിൽ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഇതാ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്ന് വിളിച്ചറിയിക്കുന്ന അനേക സത്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നാം ആരെയാണ് ആരാധിക്കുന്നത്? എന്തിനാണ് ആരാധിക്കുന്നത്? ആകാശവും ഭൂമിയും നീരുറവും സൃഷ്ടിച്ചവനാണോ നാം ആരാധിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തു നമ്മോട് ഇപ്രകാരം ആകാശവും ഭൂമിയും നീരുറവുകളും സൃഷ്ടിച്ചവനായ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. എന്താണ് ന്യായവിധി? എന്താണ് ന്യായവിധി? സകല മനുഷ്യർക്കൊരു ന്യായവിധിയുണ്ട്. മനുഷ്യൻ എങ്ങനെ ജീവിച്ചു, ആരെ ആരാധിച്ചു, ഇതിന് ദൈവത്തോടൊരു കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. സ്തോത്രം. എങ്ങനെ ദൈവത്തെ ആരാധിച്ചു, ആരെ നിങ്ങൾ ആരാധിച്ചു എന്ന് ഒരു ന്യായവിധിയുടെ ദിവസം ഇതാ വരാൻ പോവുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിനെ ആരാധിക്കേണ്ടത് എപ്രകാരമാണ് നമ്മൾ ആരാധിക്കേണ്ടത്? വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശബത്നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ചതിന്റെ വേലയൊക്കെയും ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയ ദൈവമക്കളെ, ശബത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം നിങ്ങൾ അധ്വാനിച്ച് വേലയൊക്കെയും ചെയ്യുക. നിങ്ങളുടെ വേലയൊക്കെ നിങ്ങൾ ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകും. ഏതാം ദിവസമാണ്? എത്ര ദിവസമാണ്? 7-ാം ദിവസമാണ് ദൈവത്തിന്റെ ശബദ ദിനം. പിന്നെ അടുത്ത വാക്യം, അന്ന് നീ നിന്റെ പുത്രനും പുത്രിയും, അന്ന് നീ നിന്റെ പുത്രനും പുത്രിയും, നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും, നിന്റെ വേലക്കാരത്തിയും വേലക്കാരനും, നിന്റെ പടിവാൾക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട്. കാരണം 6 ദിവസം കൊണ്ടാണ് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. അവയിലുള്ളൊക്കെയും എന്നുള്ള നീരുറവകളും സൃഷ്ടിച്ചു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബതനാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ 1-ാം ദിവസം, ഉൽപ്പത്തി പുസ്തകം 1-ാം ദിവസം നമ്മൾ നോക്കുമ്പോൾ ആദിയിൽ ദൈവം എന്തുണ്ടായി? ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഓരോ ദിവസങ്ങളും ഓരോ സൃഷ്ടിയുടെ മകുടമായി ദൈവം സൃഷ്ടിച്ചു. 6-ാം ദിവസം ദൈവം മനുഷ്യനെയും ജന്തുക്കളെയും ഒക്കെ സൃഷ്ടിച്ചു. 7-ാം ദിവസം എന്ത് ദൈവം അതിനെ എല്ലാം അനുഗ്രഹിച്ച് സ്വസ്ഥമായിരുന്നു. ആ ദിവസത്തിലാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനെ എടുത്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആയതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്ത് വീഴാതിരിക്കേണ്ടതിന് പ്രവേശിക്കാൻ ഉത്സാഹിക്കാം. താനും തന്റെ പ്രവൃത്തിയിൽ നിന്ന് നിവർത്താനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം അനുസരണം കാണിച്ചാൽ ന്യായവിധി
ഉണ്ട്. അനുസരണക്കേട് കാണിച്ചാൽ എന്തുണ്ട്? ന്യായവതിയുണ്ട്. അതാണ് കർത്താവ് വെളിപാട് പുസ്തകം അതിന്റെ 14 അധ്യായം 6 മുതൽ വായിച്ചത്. അവന്റെ ന്യായവതിയുടെ നാഴിക വന്നിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന്റെ ശബ്ദാനുഭവമുണ്ട്. ആരും അനുസരണക്കേട് കാണിക്കരുത്. അനുസരണക്കേട് കാണിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഒരു ന്യായവതി ഉണ്ട്. അപ്പൊ ഒരു ന്യായവതിയുണ്ട്. സ്തോത്രം. ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സകല ക്രൈസ്തവ ദൈവമക്കളും ഭാഷന്മാരും പള്ളി അച്ഛന്മാരും ഒക്കെ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു എന്ന് പ്രസംഗിക്കുകയാണ്. വന്നാൽ ഈ പ്രസംഗിക്കുന്ന എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? ഇവിടെ നിൽക്കുന്ന ഭാഷന്മാരും വിശ്വാസികളും സഭാപന്മാരും ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് വലിയ പള്ളികളുണ്ട്, വലിയ സ്ട്രെങ്ത് നമുക്കുണ്ടായിരിക്കാം, വലിയ ആൾക്കൂട്ടം നമുക്കുണ്ടായിരിക്കാം, നമുക്ക് ശക്തമായ സംഘടന, സഭാ സംഘടന നമുക്കുണ്ടായിരിക്കാം. പക്ഷെ ആർക്കാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത് എന്ന് വെളിപാട് പുസ്തകം 6 അധ്യായം അതിന്റെ 14 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു ചുരുക്കം ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വീണ്ടും ആധികാരികമായ കാര്യങ്ങളിലേക്ക് പോകാം. വെളിപാട് പുസ്തകം 6 അധ്യായം 14 വായിക്കുമ്പോൾ പുസ്തക ചുരുൾ ചുരുട്ടുന്നത് പോലെ ഇനി ഭൂമി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പുസ്തക ചുരുൾ ചുരുട്ടുന്നത് പോലെ പുസ്തകങ്ങൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ബലവാന്മാരും സകല സമ്പന്നന്മാരും ബലവാന്മാരും സകല ദാസന്മാരും സ്വതന്ത്രന്മാരും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട്. യേശുക്രിസ്തുവിന്റെ വരവാണ് കേട്ടോ. എല്ലാരും പ്രസംഗിക്കുകയാണ് യേശുക്രിസ്തു വരാൻ പോകുന്നു. ഇതാ യേശുക്രിസ്തു വരുമ്പോൾ ആരൊക്കെയാ ഓടുന്നത്? ഭൂമിയിലെ രാജാക്കന്മാരും അല്ലേ, മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും യേശുക്രിസ്തുവിന്റെ വരവ് കണ്ടുകൊണ്ട് ഗുഹകളിലും മലപ്പാറകളിലും വിളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം കുഞ്ഞാടിന്റെ കർത്താവായ യേശുക്രിസ്തുവാകുന്ന കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. അവരുടെ കോപ ദിവസം വന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാകോപ ദിവസം വന്നുവല്ലോ. ആർക്ക് നിൽക്കാൻ കഴിയും? സ്തോത്രം. ആർക്ക് നിൽക്കാൻ കഴിയും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ യേശുക്രിസ്തു രണ്ടാമത് ആർക്ക് നിൽക്കാൻ കഴിയും? ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? കേട്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? ഏത് സഭയ്ക്ക്, ഏത് ക്രിസ്തീയ സഭയ്ക്ക് യേശുക്രിസ്തുവിന് വരവ് നിൽക്കാൻ കഴിയും? അതാണ് ഇവിടുത്തെ ചോദ്യം. എല്ലാവരും യേശുക്രിസ്തുവിന്റെ വചനത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു, രണ്ടാം വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ആർക്ക് നിൽക്കുവാൻ കഴിയും? ഏത് സഭ സ്വർഗത്തിൽ പോകും? ഏത് ക്രിസ്ത്യാനികൾ യേശുവിന്റെ വരവിൽ യേശുവിനെ സ്വാഗതം ചെയ്യും? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. അവരുടെ മഹാകോപ ദിവസം വന്നുവല്ലോ. ആർക്ക് നിൽക്കാൻ കഴിയും? നമുക്ക് ഇതിന്റെ ഉത്തരം സിമ്പിളാണ്. പിന്നെ 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന്. കാറ്റ് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ ഭാഷ വായിച്ചല്ലോ. നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും എന്ന് പറഞ്ഞാൽ ഈ വെളിപാട് പുസ്തകം 7-ാമതിൽ പറഞ്ഞിരിക്കുന്ന കാറ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു വൃക്ഷത്തിന്മേലും, വൃക്ഷം എന്ന് പറഞ്ഞാൽ വലിയ ജനവിഭാഗം, വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടത്. കാറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം, കലകം, വിപ്ലവം. ഇത് ഉണ്ടാകാതിരിപ്പാൻ, ലോകത്ത് സംഭവിക്കാതിരിപ്പാൻ 4 ദൈവദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട്, ഭൂമിയിൽ 4 യുദ്ധങ്ങളെയും പിടിച്ചുകൊണ്ട് ജീവനുള്ള നിൽക്കുന്നത് ഞാൻ കണ്ടു. നിൽക്കുന്ന ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. 4 കാറ്റുകളെ, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറുമായി നിൽക്കുന്ന ഈ വലിയ യുദ്ധങ്ങൾ ഇപ്പോൾ ഉണ്ടാകരുത്.
ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ആ സംഭവങ്ങൾ പൂർത്തിയാകുന്നത് വരെ യുദ്ധങ്ങളൊന്നും ഉണ്ടാകരുത്. അതുകൊണ്ട് 4 ദൈവദൂതന്മാര് വൃക്ഷങ്ങളുടെ മേലും യാതൊന്നിന്റെ മേലും കാറ്റ് എന്ന് പറയും യുദ്ധം ഊതാതിരിക്കേണ്ടതിന് 4 കാറ്റുകളെ പിടിച്ചുകൊണ്ട് 4 ദൂതന്മാര് തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അവര് കാറ്റുകളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ ആ കാറ്റുകളെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി ആകാശവും ഭൂമിയും നീരുറവകളും സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ മുദ്രയുമായി ഒരു ദൂതൻ വരുന്നു. കിഴക്ക് നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. എവിടെ നിന്ന് അവന് കിഴക്ക് നിന്നൊരു ദൂതൻ വരികയാണ്. ആ ദൂതൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് പറയുന്നത്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ യഥാർത്ഥ സത്യമനുസരിക്കുന്ന ദൈവകൽപ്പന പ്രമാണിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് തീരുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷത്തിനും കേടുവരുത്തരുത് വിളിച്ചു പറഞ്ഞു. യാതൊരു കേടും വരുത്തരുത് എന്ന് ഒരു ഉറക്കെ വിളിച്ചു പറയാം. കാരണം ഒരു മുദ്രയിടലുണ്ട്. ആ മുദ്രയിട്ട് തീർന്നാൽ മാത്രമേ ലോകമഹായുദ്ധങ്ങൾ ആരംഭിക്കുകയുള്ളൂ. ആ മുദ്രയിട്ട് തീരുവോളം യുദ്ധമൊന്നും നേരിടരുത്, തൽക്കാലം ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് 4 ദൂതന്മാരോട് കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാരുടെ മേൽ, യഥാർത്ഥത്തിൽ സത്യം ആരാധിക്കുന്ന, സത്യം അന്വേഷിക്കുന്ന മേൽ ദൈവത്തിന്റെ മുദ്രയിട്ട് തീരുവോളം ഈ യുദ്ധങ്ങളും ഒന്നും ഉണ്ടാകരുത്. അതുവരെ അല്പസമയം മുദ്രയിടുന്ന ദൂതൻ ചോദിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ദാസന്മാരുടെ മേൽ നെറ്റിമേലും മുദ്രയിടുന്നത് വരെ മുദ്രയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ ന്യായവിധി AD 1844 ദൈവത്തിന്റെ പരിശുദ്ധ ന്യായവിധി സ്വർഗത്തിൽ ആരംഭിച്ചു. അന്ന് മുതൽ ദൈവത്തിന്റെ ദൂതകൾ പ്രസംഗിക്കാൻ തുടങ്ങി. ത്രിവിധ ദൂതൻ 3 മാലാഖമാരുടെ ദൂതകൾ പ്രസംഗിച്ചു തുടങ്ങി. ആ ദൂതാണ് ഭാഷ വായിച്ചത്. വെളിപാട് ദിവസം 14 മുതൽ 12 വരെയുള്ളതായ 3 ദൂതന്മാരുടെ ദൂതുകൾ. അത് നിത്യ സുവിശേഷമാണ്. യേശു ക്രിസ്തുവിന്റെ വരവ് വരെയും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതായ നിത്യ സുവിശേഷം, എവർലാസ്റ്റിംഗ് ഗോസ്പൽ. ഇതനുസരിച്ച്, ഇത് വിശ്വസിച്ച്, അതേ കർത്താവിന് മഹത്വം. ഈ 3 ദൂതന്മാരുടെ ദൂതുകൾ കേട്ട് വിശ്വസിച്ച് മനസാന്തരപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് വെളിപാട് ദിവസം 14-13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്ത് മറ്റൊരു ശബ്ദം കേൾക്കുന്നിടയായി. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ട് അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയും. അപ്പോ ഈ 13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യന്മാരാണ്. മരിക്കുന്നവരെല്ലാം ആ ഭാഗ്യന്മാരെന്ന് പറയാൻ കാരണം വെളിപാട് പുസ്തകം 14 മുതൽ 12 വരെയുള്ള നിത്യ സുവിശേഷങ്ങൾ അണുവിടാതെ തെറ്റുന്ന, പാലിക്കുന്ന, യേശുവിനെ സ്വന്തരക്ഷിതമായി സ്വീകരിച്ച് യേശുക്രിസ്തു രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവകൽപ്പനയും യേശുവിലെ വിശ്വാസം കാത്തുകൊണ്ട് ശബദമനുഷ്ഠിക്കുന്ന ദൈവമക്കൾ, അവരെയാണ് ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഒരു മുദ്രയിടുന്ന ദൈവദൂതൻ കിഴക്ക് നിന്ന് വരികയാണ്. ആ ദൂതൻ പറയുകയാണ്, ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിമേൽ മുദ്രയിട്ട് തിരുവോളം സമുദ്രത്തിനും ഭൂമിക്കും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത്, യാതൊരു കേടും വരുത്തരുതെന്ന്. എന്താണ് മുദ്ര? നമുക്ക് വായിക്കാം. എഗസ്കേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 9-ാം അധ്യായത്തില് 4 മുതൽ വായിച്ചാട്ടെ. അവിടെ ഒരു മുദ്ര ഇടലിന്റെ ഒരു ന്യായവിധിയുടെ അനുഭവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വായിക്കാം. അവനവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ കൂടി ചെന്ന് യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ, നെടുവീർപ്പിട്ട് കരയുന്ന ദാസന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. അവിടെയും പറയുകയാണ്, എന്താണ് നെടുവീർപ്പിട്ട് കരയുന്ന ആരാണ്? പുരുഷന്മാരുടെ നെറ്റിയിൽ മുദ്രയിടാൻ പറഞ്ഞിരിക്കുന്നത്.
വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയും ദൈവത്തിന്റെ ദാസ്യദാസന്മാരുടെ നെറ്റിമേൽ എന്ത് ചെയ്യണം? മുദ്രയിട്ട് തീരുവോളം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ മുദ്ര എന്താണ്? എഗസ്കേൽ 20-ാം അധ്യായം 12-ാം വാക്യം, എഗസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായം 12 എന്താണ് അടയാളം? ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന്. ഒന്ന് പറയട്ടെ. മുദ്ര എന്ന് പറഞ്ഞാൽ അടയാളം, അടയാളം എന്ന് പറഞ്ഞാൽ സീല്, അടയാളം. അപ്പൊ ദൈവത്തിന്റെ മക്കൾക്ക് എന്തുണ്ട്? ഒരു സീലുണ്ട്, ഒരു അടയാളമുണ്ട്, ഒരു മുദ്രയുണ്ട്. അവനെയാണ് മുദ്രയിട്ടുകൊണ്ടിരിക്കുന്നത്. അവനാണ് ദൈവത്തിന്റെ യഥാർത്ഥ മക്കളെന്നാണ് വേദവസം പറഞ്ഞത്. അപ്പൊ മുദ്രയിട്ട് തിരുവോളം ഇവിടെ മുദ്ര. എന്താണ് ആ മുദ്ര? ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന്. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം, എന്റെ മക്കളെന്നറിയുവാൻ അടയാളമായിരിക്കുവാൻ തക്കവണ്ണം എന്റെ ശബ്ദങ്ങളെ ഞാൻ അവർക്ക് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എനിക്കും അവർക്കും മധ്യ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്തു? എന്റെ ശബ്ദങ്ങളെ എന്റെ ശബ്ദ. അപ്പൊ ശബ്ദാണ് യഥാർത്ഥ മുദ്ര, ദൈവത്തിന്റെ അടയാളം. ദൈവമക്കൾക്ക് കൊടുക്കുന്ന ദൈവത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ശബ്ദാണ്. ഈ ശബ്ദ അടയാളം ഓരോ യഥാർത്ഥ ദൈവ പൈതലിനും AD 1844 മുതൽ പരിശോധനായ സ്വർഗത്തിൽ ആരംഭിച്ച അന്ന് മുതൽ ഓരോ വ്യക്തികളെ ന്യായവിധി നടത്തി പരിശോധിച്ച് യഥാർത്ഥ ശബ്ദം അനുഷ്ഠിക്കുന്ന ദൈവത്തിന്റെ മകളുടെ നെറ്റിമേൽ മുദ്രയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മുദ്രയാണ് യഥാർത്ഥ ശബ്ദം. ഇവിടെ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, എനിക്കും അവർക്കും മധ്യേ അടയാളമായിരിക്കാൻ എന്റെ ശബ്ദങ്ങളെ ഞാൻ അവർക്ക് കൊടുത്തു. 20-20 എന്റെ ശബ്ദങ്ങളെ വിശദീകരിപ്പീൻ. എന്റെ ശബ്ദം. അതുകൊണ്ട് ദൈവജനമേ, കേൾക്കുന്ന കാണുന്ന എന്റെ പ്രിയ ശ്രോതാക്കളെ, കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, എന്റെ ശബ്ദങ്ങളെ വിശുദ്ധീകരിപ്പീൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, ജീവനുള്ള ദൈവം ആരാണെന്ന് അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ ജനത്തിന്, ദൈവ കുഞ്ഞുങ്ങൾക്ക്, ദൈവ മക്കൾക്ക് ദൈവം ഒരു സീല് അല്ലെങ്കിൽ ഒരു അടയാളം, ഒരു മുദ്ര നൽകിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വിശുദ്ധ ശബ്ദാണ്. ഈ ശബ്ദ അടയാളം ഉള്ളവനാണ് ദൈവകൽപ്പന പ്രമാണിക്കുന്നവൻ. ഈ ദൈവകൽപ്പന പ്രമാണിക്കുന്നവനാണ് ഇവിടെ പോകുന്നത്, സ്വർഗത്തിൽ പോകുന്നവൻ. ഈ മുദ്രയിട്ടവനെ തേടിയാണ് യേശു രണ്ടാമത് ഭൂമിയിലേക്ക് വരുന്നത്. മനസ്സിലായോ? ഈ മുദ്രയുള്ളവനെ ചേർക്കുവാനാണ് യേശു നിന്നത് ഈ ഭൂമിയിലേക്ക് രണ്ടാമത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ അവരുടെ വലുതും ഭയങ്കരമായ ആ മഹാകോപ ദിവസം ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്ക് നിൽക്കുവാൻ കഴിയും? ഇവർക്ക് മാത്രമേ നിൽക്കുവാൻ കഴിയും. എങ്ങനെ? ശബദടയാളം നെറ്റിമേലും കൈമേലും ഉള്ളവന് മാത്രമേ, നെറ്റിമേൽ ദൈവത്തിന്റെ മുദ്രയുള്ള അല്ലെങ്കിൽ ശബദ അടയാളമുള്ളവന് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളെന്ന് ഞങ്ങൾ പറയുന്നതല്ല, സത്യവേദ പുസ്തകം പറയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മകനെ, മകളെ, നാം ആരാധിക്കുന്നത് ഏത് ദിവസമാണ്, എപ്പോഴാണ് ആരാധിക്കുന്നത്, ഏത് ദിവസമാണ് ആരാധിക്കേണ്ടത് എന്ന് യാതൊരു തിട്ടവുമില്ലാതെ ആരോ എന്തോ പറഞ്ഞത് കേട്ട് വേദപുസ്തകം യഥാർത്ഥമായി വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ധ്യാനിക്കാതെ ആരുടെയോ വാക്കുകൾ കേട്ട് ശബദ ആരാധിക്കേണ്ടതിന് പകരം മറ്റേതോ ഒരു ദിവസം മനുഷ്യൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ന്യായവതിയുണ്ട് എന്ന് വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. ഇവിടെ ധനവാന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെയും ആരാധിച്ചു, യേശുക്രിസ്തുവിനെ ആരാധിച്ചു. പക്ഷേ ആ ദിവസം ഏത് എന്ന് അറിയാൻ കഴിയാതെ അവസാനം കൺഫ്യൂഷനിലായിക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വരവിൽ ആ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ വലിയ വീരപ്രവൃത്തികൾ ചെയ്തു, ഞങ്ങൾ വലിയ അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ ആ നാൾ എന്നോട് പറയും. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അധർമ്മം പാപം തന്നെ. അധർമ്മം പാപം തന്നെ. അധർമ്മം എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന ലംഘിക്കുന്നതാണ് പാപം. അപ്പൊ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് എന്താണ് ദൈവകൽപ്പന? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ളതായ
ആ ഭാഗം ഇപ്പൊ വായിക്കാൻ സമയമില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുക. വെളിപാട് പുസ്തകം 20-1 മുതൽ 17 വരെ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ഉണ്ടാക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ജനത്തിന് തന്റെ സ്വന്തം കരം കൊണ്ട് 10 കൽപ്പന എഴുതപ്പെട്ടു. ഈ 10 കൽപ്പന അനുസരിക്കുന്നതിന് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. അതിന്റെ മകുടമായ സ്മാരകമായി ഒരു 4-ാം കൽപ്പന 10 കൽപ്പനയുടെ മധ്യഭാഗത്ത് ദൈവം നൽകിയിരിക്കുന്നു. നീ 6 ദിവസം മാത്രമേ അധ്വാനിക്കാവൂ, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ വിശുദ്ധ ശബദാകുന്നു. അന്ന് നീയോ നിന്റെ പുത്രനോ നിന്റെ പുത്രിയോ നിന്റെ വേലക്കാരനോ നിന്റെ വേലക്കാരിയോ യാതൊരു ജോലിയും ചെയ്യരുത്. 6 ദിവസം കൊണ്ടല്ലേ യഹോവ ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചുണ്ടാക്കി. ആയതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. അതിനെ പൗലോസ് എടുത്തു പറയുന്നുണ്ട് എബ്രായർ 4:9. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദാനുഭവമുണ്ട്. ഒരു ശനിയാഴ്ചയാണ് ശബദ ദിവസം. നമുക്കറിയാമോ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഞായറാഴ്ചയാണെങ്കിൽ 7-ാം ദിവസം ശനിയാഴ്ചയാണ്. ഹല്ലേലൂയ. ഇന്നൊരു വലിയ കൺഫ്യൂഷനാണ്. 7-ാം ദിവസം എന്നാലും പറയുന്നു ശവദിവസം എന്ന് പറയും. ഏതാ ശവദിവസം? 7-ാം ദിവസം. നാം കുഞ്ഞുകാലങ്ങളിലെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇന്നും കലണ്ടറിൽ 1-ാം ദിവസം ഞായറാഴ്ചയാണ്. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ 7-ാം ദിവസം ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ച അതിന് ശബദ് എന്ന് ദൈവം പേരിട്ടു. എന്നുള്ള വിശ്രമ ദിവസം. യഹോവയായ ദൈവം സകല ജരാചരങ്ങളെയും സൃഷ്ടിച്ചുണ്ടാക്കി സ്വസ്ഥമായിരുന്നപ്പോൾ നാമും തന്റെ പ്രവൃത്തി എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും നമ്മുടെ പ്രവൃത്തി നിവർത്താനായി നാമും ദൈവത്തോടൊപ്പം സ്വസ്ഥമായിരുന്ന് ദൈവത്തെ ആരാധിക്കണം. അത് ഞായറാഴ്ചയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. അതേ സ്തോത്രം, ദൈവത്തെ ആരാധിക്കുന്ന 7-ാം ദിവസമായ ശനിയാഴ്ച അതിന് ശബദ ദിനമെന്ന് പറഞ്ഞിരിക്കുന്നു. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അറിഞ്ഞോ അറിയാതെയോ നാം ആ കൽപ്പനയിൽ നിന്ന് ശബദിൽ നിന്ന് നാം മറന്നുപോയുവെങ്കിൽ ഓടി രക്ഷപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സായത്തിൽ നമ്മൾ ആഹ്വാനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് വലുതും ഭയങ്കരമായ നാളടുത്തിരിക്കുന്നു. അവരുടെ മഹാകോപ ദിവസം വന്നിരിക്കുന്നു. ആർക്ക് നിൽക്കുവാൻ കഴിയും? ആമേൻ. നിങ്ങൾക്ക് നിൽക്കണമോ? ദൈവത്തിന്റെ മുദ്ര നിങ്ങൾ ഏൽക്കേണ്ടതായിട്ടുണ്ട്.